ആര് വന്നത്? ഇതെന്താടാ നിന്റെ ക്ലാസ് കഴിഞ്ഞാ? ഉമ്മയൊന്നും അറിഞ്ഞില്ലേ? അപ്പം എന്താ അറിഞ്ഞില്ലേന്ന്? ഉമ്മ എടുത്തു വെച്ച് ഫോൺ എടുത്തു വെച്ച് നോക്കിയാണ്. ഞാൻ ഈ ക്ലാസ് ഇരുന്നപ്പോഴാണ് എടുത്തു വെച്ച് നോക്ക്. ഉമ്മയുടെ ഭർത്താവ് ഇപ്പൊ വൈറലാണ്. എന്താ പറ്റി? നീ എന്തൊക്കെയാ പറയുന്നേ? ഫോൺ പോയി കാണ്. ഞാൻ ഇനി എവിടെയും പോത്തില്ല, എനിക്ക് വെളിയിറങ്ങാൻ പറ്റുന്നില്ല. അത് കണ്ടപ്പോ കൂട്ടുകാരും സാറന്മാരും എന്നെ കളിയാക്കി ചെയ്ത്. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്ന് ചെയ്ത്. കാര്യം എന്താ? ഇനി ഞാൻ ഇങ്ങനെ പുറത്തു പോകും, മനുഷ്യരെ നാണം കെടുത്താനായിട്ട് വരും. ഇനി ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല. എന്താടാ എന്ത് പറ്റി? ക്ലാസ്സിന് പോയിട്ട് 10 മണി വരെ ക്ലാസ് ഉള്ളതെന്നല്ല 8 മണിയപ്പഞ്ഞ് വന്ന്. എന്തുവാടാ ഉമ്മി ഇത് നോക്കിയമ്മി? എന്തുവാ? യോ ഇത് വാപ്പയല്ലേ? ഇതെന്താ? ഇതായിരിക്കും അവൻ വന്നത്. മക്കളൊന്നും കാണണ്ട, മക്കള് ഫോൺ വെക്കണ്ട, വെച്ചേരാ. വേണ്ട, നിങ്ങൾ എടുക്കണ്ട ഫോൺ. ഓ, ഇന്ന് ഭയങ്കര ടയേർഡായിരുന്നേ. ഇന്ന് നല്ല തിരക്കായിരുന്നു ബസ്സിന്. ഇനി ഒരു ചായ ഉണ്ടോ? എന്തു പറ്റിയടേ? നിങ്ങളൊന്നും കണ്ടില്ലേ? നിങ്ങളെ ഫോണൊന്നും എടുത്തേ. നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്ന് തുറന്നു നോക്കേ. എന്ത് സോഷ്യൽ മീഡിയയില്? ഞാനത് ജോലി തിരക്കാണ്ടെന്ന് ഫോൺ എടുത്തതുമില്ല. എന്തു പറ്റി? ഒന്ന് തുറന്നു നോക്ക്, എന്നിട്ട് സംസാരിക്കാം. ഷെമി, ഇത് ഞാനല്ല. ഞാനിതൊന്നു. നിങ്ങളല്ലാതെ നിങ്ങളുടെ മുഖം കണ്ടില്ലേ? നിങ്ങൾ ഇങ്ങനെ ചെയ്യാത്തൊരു പ്രവൃത്തി കാണിക്കുവാരെങ്കിലും. നിങ്ങൾ ഇത്തരക്കാരനായിരുന്നാ? നിങ്ങൾ ഇത് ചെയ്യാതെ ഇത് കാണിക്കത്തില്ലല്ലോ. ഷെമി, ഇത് ഞാൻ. ഇത് നാണക്കേട്. അങ്ങനെ പുറത്തിറങ്ങും. ഇത് ഞാനല്ലടെ. ഇതെങ്ങനെ? ഇത് ഞാൻ അറിഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. ഇതെങ്ങനെ? ഇതെങ്ങനെ പറ്റിയത്? ജോലി തിരക്കായിരുന്നു. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. വാപ്പി എന്താ വാപ്പി കാണിച്ച? വാപ്പി ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. വിടും. മോനെന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ ക്ലാസ്സിൽ നിന്ന് നാണം കെട്ടാണ് വന്ന. കൂട്ടുകാര് കാണിച്ചിട്ടാണ് ഞാൻ കണ്ടത്. വാപ്പി ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവരുമൊക്കെ വാപ്പിയെ പറ്റി എന്തൊക്കെ പറഞ്ഞെന്ന് അറിയാവോ? ഇനി ഞങ്ങൾ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും? നിങ്ങൾക്ക് ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഞാനിന്ന് നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം? ഞങ്ങൾ ഈ സമൂഹത്തിൽ ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞാനിത് കണ്ടില്ല, ഞാനിത് ഒന്നും ചെയ്തില്ല, ഞാനിത് അറിഞ്ഞില്ല. ബസ്സിനകത്ത് തിരക്കായിരുന്നു, വേറെ ഒന്നും എനിക്കറിയത്തില്ല. മോനെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഇനി എന്നെ വിളിക്കല്ലേ? എന്നെ ഒന്ന് വിശ്വസിക്കൂ ഷെമി. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്, എന്നെ വിശ്വസിക്ക്. വിട്. മോനെ മോനെ ഇത് ഞാൻ ഒന്നും ചെയ്തില്ല, ഞാനിതൊന്നും അറിഞ്ഞില്ല. ഞാൻ ആ ബസ്സിൽ പോയി, ഞാൻ പോയത് ഞാൻ തന്നെ. അതിനപ്പുറം ഒന്നും എനിക്കറിയത്തില്ല.
എന്റെ അടുത്ത് ഒന്നും പറയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാനിന്ന് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും? നാട്ടുകാരുടെ മുന്നിൽ ഞാൻ എങ്ങനെ നോക്കും? എൻ്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കും? എങ്ങനെ ജീവിക്കും? അവരുടെ മുഖത്ത് ഞാനിന്ന് എങ്ങനെ നോക്കും? ഞാനൊരു തെറ്റും ചെയ്യാതെ ഞാനൊരു കുറ്റക്കാരനായല്ലോ. ലോകം മൊത്തം എന്നെ കണ്ട്. ഹലോ ഹലോ ഡാ മോനെ, ഞാൻ എന്തോടാ കാണുന്ന? അത് ഞാനല്ല. നീ ആണടാ, നീ അല്ലേടാ ഉമ്മ ഇത്തരക്കാരനാണോടാ? ഞാൻ തന്നെ. ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ തിരക്കുള്ളൊരു ബസ്സിൽ കയറി എന്ന് മാത്രമേ ഞാൻ ചെയ്ത തെറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ നടക്കുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എന്റെ മോനാ തെറ്റ് ചെയ്യത്തില്ലെന്നറിയാം, പക്ഷെ ഉമ്മ, ഞാൻ നാട്ടുകാരുടെ മുന്നിൽ മൊത്തവും വീട്ടുകാരുടെ മുന്നിൽ മൊത്തവും അപഹാസ്യനായി. ഞാനിന്ന് എങ്ങനെ ജീവിക്കും? നീ വിഷമിക്കണ്ടാ, എന്റെ മോൻ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് ഉമ്മാക്ക് അറിയാം. പക്ഷെ ഉമ്മാക്കറിയാം. പറഞ്ഞപ്പം ഉമ്മാക്കറിയാം. പക്ഷെ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എന്നെ വിശ്വസിക്കുന്നില്ല. അയ്യോ, ഞാൻ നാളെ എങ്ങനെ പുറത്തിറങ്ങും? ഉമ്മ വൈ, എന്നെ ആരൊക്കെയോ വിളിക്കുന്നു. എനിക്ക് ആരുടെ സംസാരിക്കണ്ട. എനിക്ക് ആർക്കും മറുപടി തരാനില്ല. അല്ലമ്മ, ഞാനൊന്നും പറഞ്ഞല്ല. ഇക്ക ഇക്ക മോനെ, ആവശ്യ മക്കളെ ഒന്ന് ഓടി വാ. ഇക്ക വേണ്ട മോനെ, ഓടി വാ. അയ്യോ, എനിക്ക് അറിഞ്ഞൂടെ ഇക്ക. വേണ്ട പാപ്പിക, വേണ്ട വേണ്ട, ഞങ്ങളൊന്നും ചെയ്യണ്ട. ഞങ്ങള് ഒന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം നിങ്ങൾ. ഒന്നും ചെയ്യില്ല അപ്പി. ഞങ്ങളുണ്ട് കൂടെ. ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. മാപ്പ്, ഞങ്ങളെ തെറ്റിദ്ധരിച്ചതിന് മാപ്പ്. ഞങ്ങളുണ്ട്, ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുണ്ട് കൂടെ. ഞാൻ എങ്ങനെ ജീവിക്കും സമൂഹത്തിന്റെ മുന്നിൽ? നമുക്ക് ജീവിക്കാം. ഞാൻ ഒപ്പം നിന്നാ എന്താ കുഴപ്പം? ഞാൻ ഒപ്പം നിന്നാ ആരും നിങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. നമുക്ക് നിയമപരമായിട്ട് നേരിടണം. അങ്ങനെ വിട്ടാ പറ്റത്തില്ല. തോന്നുന്നവർക്ക് തോന്നുന്നവർക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു ലൈസൻസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളുണ്ട് നിങ്ങളെ ഒപ്പം, എന്നും ഉണ്ടാവും. പാപ്പി സോറി പാപ്പി, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങളൊക്കെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയെ പറഞ്ഞു പോയതാ.
ഒരു മാനസികാവസ്ഥ മതി, ഒന്ന് തെറ്റുന്ന മതി എല്ലാരും ജീവൻ പൊരിയാൻ പോലും. ഇപ്പൊ ഞങ്ങള് കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അനാഥരായി പോകത്തില്ലായിരുന്നോ? ഞങ്ങളുണ്ടാവും, നമുക്കിത് നിയമപരമായിട്ട് നേരിടണം. ഞങ്ങളും ഉണ്ടാവും. ഞങ്ങളും ഉണ്ട് ഹാപ്പി. ഇനി മറ്റൊന്നും തോന്നരുത്, ഞങ്ങളുടെ ഒപ്പം നിന്നാ മാത്രം മതി.